ഹലോ ഫ്രണ്ട്സ്, നേഴ്സിംഗ് പഠിച്ചവർക്കുള്ള അവസരവുമായിട്ടാണ് ഇന്ന് വരുന്നത്. നിങ്ങളൊക്കെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് കേട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് മലയാളികൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചർച്ച ചെയ്യുന്നത് എയിംസ് നമ്മൾക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. ഇവിടെ എയിംസിൽ ജോലി കിട്ടുവാനുള്ള ഒരു സാധ്യതയാണ് നിങ്ങളോട് പറയുവാനുള്ളത്. നിങ്ങൾ BSc നേഴ്സിംഗ് പഠിച്ചവരാണെങ്കിൽ അഥവാ GNM പഠിച്ച് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ എയിംസിൽ ഒരു കോമൺ എൻട്രൻസ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. അതിൽ കൂടെ നിങ്ങൾക്ക് എയിംസിലേക്ക് പ്രവേശിക്കാം. ആകെ വേക്കൻസി എന്ന് പറയുന്നത് 2500 പരം വേക്കൻസിയാണ്. ഇതിൽ 600-ലധികം വേക്കൻസി ഡൽഹിയിൽ തന്നെയുണ്ട്. ഡൽഹിയിൽ എയിംസിൽ മാത്രമല്ല, സമീപത്തുള്ള റാമനഗർ ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുന്ന 3-4 ഹോസ്പിറ്റലുള്ള വേക്കൻസിയും ഈ ടെസ്റ്റിൽ നിന്നാണ് ഫില്ല് ചെയ്യുന്നത്. രാജ്യത്തെ മുഴുവൻ എയിംസിലെയും നഴ്സിംഗ് ഓഫീസേഴ്സിന്റെ വേക്കൻസി ഫില്ല് ചെയ്യുന്നതിനോടൊപ്പം ജിപ്മർ പോലെയുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കുള്ള വേക്കൻസിയും ഈ കോമൺ ടെസ്റ്റിൽ കൂടിയാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് പിന്നെ ചോയ്സ് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ചോയ്സ് കൊടുത്താൽ മതി. നിങ്ങളുടെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ സാധ്യതയുള്ള ചോയ്സ് കൊടുക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ട് ജോലി ലഭിക്കുകയും ചെയ്യാവുന്നതാണ്. ഇവിടെ ആകെയുള്ള ഒരു പ്രത്യേകത, നമ്മളുടെ നേഴ്സിംഗ് പഠിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികളും പലപ്പോഴും ഇന്ത്യയിലുള്ള ജോലിക്ക് ശ്രമിക്കുന്നതിൽ നിന്നും മാറുന്നതോ വിമുഖതയോ കാട്ടിവരുന്നുണ്ട്. നിങ്ങളെ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. 25-ാമത്തെയോ 30-ാമത്തെയോ വയസ്സിൽ നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിലെ ഇതുപോലുള്ള പ്രസ്ഥാനത്തിന് ജോലി ലഭിക്കുകയാണെങ്കിൽ പിന്നീടുള്ള 30 വർഷത്തേക്കാണ് നിങ്ങളുടെ ജോലിയുടെ സ്ഥിരത എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കണം. അത് വളരെ നിർബന്ധമായി ഓർക്കേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഒരാളോട് സംസാരിച്ചപ്പോൾ നേഴ്സിംഗ് പ്രൊഫഷനുള്ള ഒരാളിനെ പറ്റി തന്നെ പറഞ്ഞത്, 10-25 വർഷമായി പ്രൈവറ്റ് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉയർന്ന മുകളിലോട്ട് പോയപ്പോഴേക്കുള്ള ഇപ്പോഴത്തെ ടെൻഷൻ സഹിക്കാൻ വയ്യാന്ന്. കാരണം ഇത് ഒരു കോർപ്പറേറ്റ് സെക്ടറായി മാറിയിരിക്കുന്നു. സർവീസ് മേഖലയിൽ നിന്നും ഇൻഡസ്ട്രിയിലേക്ക് മെഡിക്കൽ സർവീസ് മാറിക്കഴിഞ്ഞു. നമ്മൾ ഇതുവരെ മെഡിക്കൽ സർവീസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മെഡിക്കൽ ഇൻഡസ്ട്രിയിലേക്ക് മാറി. മെഡിക്കൽ ഇൻഡസ്ട്രിയിലേക്ക് മാറിയപ്പോൾ നമ്മൾക്കുണ്ടാകുന്ന പ്രഷറും അതനുസരിച്ച് വർദ്ധിച്ചു വരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാരിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജോലിക്ക് പ്രഷർ ഇല്ല എന്നല്ല, പക്ഷെ അതിനൊരു പരിധി ഉണ്ടാവും. നിങ്ങൾ വളരുന്നതനുസരിച്ച് നിങ്ങൾക്ക് താങ്ങാവുന്ന പ്രഷർ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും BSc നേഴ്സിംഗ് കഴിഞ്ഞവരോ GNM കഴിഞ്ഞ 2 വർഷത്തെ സർവീസ് ഉള്ള ആൺകുട്ടികളും പെൺകുട്ടികളും നിർബന്ധമായി ഈ ഒരു എക്സാമിനേഷന് വേണ്ടി അപേക്ഷിക്കുക. ഏറ്റവും ഉറപ്പായി നിങ്ങൾക്ക് ജോലി കിട്ടുവാൻ സാധ്യതയുള്ളതാണ്. എക്സാമിനേഷന്റെ അവസാനത്തെ തീയതി അപേക്ഷിക്കേണ്ടത് 16 മാർച്ചാണ്. മാർച്ച് 16-നാണ് എക്സാമിനേഷൻ. 11th ഏപ്രിൽ നടക്കുമെന്നാണ് തോന്നുന്നത്. 2 ടയർ എക്സാമിനേഷൻ ആണ് നടക്കുന്നത്. സെക്കൻഡ് ടയർ എക്സാമിനേഷൻ ഏതാണ്ട് ഏപ്രിൽ മാസത്തിൽ ഏപ്രിൽ 30-നോടകം നടക്കും. അപ്പോൾ ഇത് എക്സാമിനേഷന്റെ സെന്റർ എന്ന് പറയുന്നത് ഓൾ ഓവർ ഇന്ത്യ ഉണ്ട്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ സെന്റർ ലിസ്റ്റ് ചെയ്യപ്പെടും. നിങ്ങളുടെ കൺവീനിയന്റ് ആയ ഒരു സെന്റർ നിങ്ങൾ ചൂസ് ചെയ്താൽ മാത്രം ഉണ്ടാവും. ഇനിയും എക്സാമിനേഷൻ രീതിയെ പറ്റി ഇവിടെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഞാൻ പറഞ്ഞു, ഒന്നാമത്തത് പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട്, മെയിൻ എക്സാമിനേഷൻ ഉണ്ട്. പ്രിലിമിനറി എക്സാമിനേഷനിൽ 90 മിനിറ്റിൽ 100 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് വരുന്നത്. ആ 100 ക്വസ്റ്റ്യന്റെ പ്രത്യേകത 20 ക്വസ്റ്റ്യൻ വീതമുള്ള 5 സെക്ഷനിലേക്കാണ് ഇത് മാറ്റിയിരിക്കുന്നത്. വളരെ ശ്രദ്ധിക്കണം. സാധാരണ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നടക്കുന്നത് ടോട്ടൽ ടൈമിൽ ടോട്ടൽ ക്വസ്റ്റ്യൻ തരികയാണ്. ഇതിന്റെ എക്സാമിനേഷൻ അങ്ങനെയല്ല. അതായത് ഇതിനെ 5 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. 18 ക്വസ്റ്റ്യൻ ഉള്ള ആദ്യത്തെ സെക്ഷൻ നിങ്ങളുടെ സ്ക്രീനിൽ തെളിയുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള സമയമാണ് കിട്ടുന്നത്. 18 മിനിറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് 20 ക്വസ്റ്റ്യന് വേണ്ടി. ആ 20 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ ആ സെക്ഷൻ മാറി അടുത്ത സെക്ഷനിലേക്ക് ഓട്ടോമാറ്റിക്കലി മാറുകയാണ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് പിന്നെ എപ്പോഴെങ്കിലും തിരികെ വന്ന് ചെയ്യാമല്ലോ എന്ന ചിന്തയുണ്ടെങ്കിൽ ഈ നഴ്സിംഗ് ഓഫീസർ ടെസ്റ്റിൽ നടക്കില്ല. അപ്പൊ അതുകൊണ്ട് സാധാരണ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നടക്കുന്നതിൽ നിന്നും അല്പം വ്യത്യാസത്തോടു കൂടിയാണ് ഇത് നടക്കുന്നത് എന്ന് ഓർക്കുക. ഇത് ഭൂരിഭാഗം ക്വസ്റ്റ്യനും ചോദിക്കുന്നത് നിങ്ങൾ നഴ്സിംഗ് കാലഘട്ടത്തിൽ പഠിച്ച ക്വസ്റ്റ്യനുകൾ മാത്രമായിരിക്കും. ജനറൽ അവയർനെസിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 20 ക്വസ്റ്റ്യൻ താഴെ ഉള്ളൂ. അതിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അത് നിങ്ങൾക്ക് അറിഞ്ഞത് വരികയാണെങ്കിൽ നമ്മുടെ ലക്കെന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കേണ്ടത്, നിങ്ങൾ BSc നേഴ്സിംഗിന് പഠിച്ച കാര്യങ്ങൾ കുറച്ചുകൂടി പ്രഷറായി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എത്താവുന്നതേ ഉള്ളൂ. വീണ്ടും ഇത് അതിനുശേഷം
സ്ക്രീനിങ് നടത്തിയതിനു ശേഷം എലിമിനേഷൻ കുറച്ച് വരെ നടത്തിയതിനു ശേഷം മെയിൻ എക്സാമിനേഷൻ നടക്കും. മെയിൻ എക്സാമിനേഷൻ 3 മണിക്കൂറാണ്. അതായത് 180 മിനിറ്റ്, 160 ക്വസ്റ്റ്യൻ. ഇതെല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. 160 ക്വസ്റ്റ്യനെ അവർ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് 40 ക്വസ്റ്റ്യൻ ഉള്ള 4 സെക്ഷനായിട്ട് തിരിച്ചു. ഇതും പ്രിലിമിനറി എക്സാമിനേഷനിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ 40 ക്വസ്റ്റ്യൻ ചോദിക്കും. അതിന്റെ ആൻസർ കഴിഞ്ഞ് ടൈം കഴിയുമ്പോൾ തന്നെ അടുത്ത സ്ക്രീൻ നിങ്ങൾക്ക് വരികയാണ്. അപ്പോൾ തിരികെ ആദ്യത്തെ എക്സാമിനേഷന് പോകാൻ പറ്റില്ല എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചോളുക. മോക്ക് ടെസ്റ്റ് കുറച്ച് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രാക്ടീസ് നേടാവുന്നതേ ഉള്ളൂ. ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ എത്തുന്നവരോടായിരിക്കും നിങ്ങളുടെ ചോയ്സ് പോസ്റ്റിംഗ് ചോദിക്കുന്നത്. നിങ്ങളുടെ ചോയ്സ് പോസ്റ്റിംഗ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ താല്പര്യമുള്ള സ്ഥലം നിങ്ങൾ ഫിൽ ചെയ്തോളുക. ഇതിനകത്ത് ആകെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾ ഡൽഹിയും ഭോപ്പാലും എയിംസും മാത്രം കൊടുത്തു എന്ന് വെച്ചോ. അങ്ങനെ വരുമ്പോൾ ഡൽഹിയിൽ തന്നെ വേറൊരു ഹോസ്പിറ്റൽ വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചോയ്സിൽ അത് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളെ അതിൽ പരിഗണിക്കില്ല. അപ്പൊ അതുകൊണ്ട് ചോയ്സ് കൊടുക്കുന്ന സമയത്ത്, അത് അവസാനം മതിയെങ്കിലും ചോയ്സ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ ചോയ്സ് കൊടുക്കാവുള്ളൂ. അപ്പോൾ ആപ്ലിക്കേഷൻ ഇന്ന് തന്നെ അങ്ങ് അപ്ലൈ ചെയ്യുക. പഠനം ഇന്ന് തന്നെ തുടങ്ങി വെക്കുക. ഇന്ത്യയുടെ നേഴ്സിംഗ് സർവീസിൽ ശക്തമായ ഒരു സർവീസ് മേഖലയിൽ പ്രവേശിക്കുവാനും എയിംസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുവാനുള്ള അവസരമാണ് പാഴാക്കരുത്. താങ്ക് യു.